തർക്കത്തിന്റെ മർമ്മത്തിൽ നിന്നാണ് ഞങ്ങളുടെ ചോദ്യം വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവി ലോകത്തിന് അനുഗ്രഹമാണോ അല്ലേ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. നോക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം, തിരുപ്പിറവി ലോകത്തിന് അനുഗ്രഹമാണോ അല്ലേ? ഞങ്ങൾ പറഞ്ഞു കിട്ടിയാൽ മതി, ബാക്കി നമുക്ക് പറയാണ്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവി ലോകത്തിന് അനുഗ്രഹമാണോ അല്ലേ? അപ്പൊ പറയും അത് വിഷയത്തിൽപ്പെട്ടതല്ല. അതാണ് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല ക്യാപ്സൂൾ. ഇത് ആദ്യം തന്നെ എഴുതി കൊണ്ടുവന്നാ തോന്നുന്നത്. അത് വിഷയത്തിൽപ്പെട്ടത്. മർമ്മത്തിൽ നിന്നാണ് ഞങ്ങളുടെ ചോദ്യം, തർക്കത്തിന്റെ മർമ്മത്തിൽ നിന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് വളരെ തന്ത്രപരമായി സ്കൈപ്പാവാനുള്ള ശ്രമമാണ്. അത് ഞങ്ങൾ അനുവദിക്കുകയില്ല. ഒന്നാമത്തെ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി പറയൂ. അൽഹംദുലില്ലാഹ്, ഒന്നാമത്തെ മറുപടി പറഞ്ഞു. ആ ആയത്ത് തെളിവാണ്, അത് ആഴമായ ദലീലാണ്, അത് മതി, അതിന് ഖാസാക്കേണ്ട കാര്യമില്ല, അത് സംഘടന വിവാദത്തല്ല. തെളിവ് പറഞ്ഞു, മറുപടി പറഞ്ഞു. നിങ്ങൾ കേൾക്കാത്ത എന്താണ്? രണ്ടാമത്തെ മറുപടി, തിരുപ്പിറവി റഹ്മത്താണോ? റഹ്മത്താണ്, റഹ്മത്താണ്, സംശയമില്ല. നബി തങ്ങൾ പറഞ്ഞു ഫീഹി യൗമ ഉലിത്തു, ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച മുമ്പ് തോറ്റോടിയുന്ന, അന്ന് ബിരിയാണി നോടിന്നല്ല പറഞ്ഞത്. അപ്പൊ അത് റഹ്മത്താണ്. പക്ഷെ അത് ഞെഴ്മത്തായി കൊണ്ടെടുക്കുന്ന ഇവിടെ, അവിടെയാണ് പ്രശ്നം. ഏതായിരുന്നാലും രണ്ട് ചോദ്യം മറുപടി പറഞ്ഞു. അപ്പൊ പറഞ്ഞ വിഷയം എന്താ? ഇപ്പൊ കാര്യശേഷം കൃത്യമായി വരുന്നുണ്ട്. എന്തായാലും ബിദ്അത്താണ് എന്നോർത്ത് ഇപ്പൊ തർക്കമില്ല. ബിദ്അത്താണ്, നബിയുടെ കാലത്തില്ല, സ്വഹാബയുടെ കാലത്തില്ല, താബിഈങ്ങളുടെ കാലത്തില്ല, അയിമത്തുൽ പരിചയമില്ല. അത് നിങ്ങൾ ഇത്തിഫാഖാണ്. ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ നിഷേധിച്ചിട്ടില്ല. അയിമത്തുൽ പരിചയമില്ല പറഞ്ഞു, നിങ്ങൾ നിഷേധിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ ക്ലിയർ ആണ്. ഇനി എന്താണ്? സംഘടന ഉണ്ടാക്കി. അത് ഞാൻ പറഞ്ഞു, സംഘടന ഉണ്ടാക്കുക ഒരു കുഴപ്പമില്ല. ഇനി വേണ്ടി ഉണ്ടാക്കി കൂടി എത്ര സംഘടന ഉണ്ടാക്കുക, പിരിയും തോറും പിളരും തോറും നമ്മൾ സംഘടന ഉണ്ടാക്കുക. ഒക്കെ ഈ ആയത്ത് മതി, വേറെ ആയത്ത് ആവശ്യമില്ല. ആ ഒറ്റ ആയത്ത് മതി. ഒക്കെ അത് ഓരോ കാലത്ത് എന്താണോ ആമായി ഹൈറായതൊക്കെ ചെയ്യാൻ വിരോധമില്ല. പിന്നെ നെയ്യത്ത് കൊണ്ട് ഇബാദത്താവൂലേ, അതാണ് നമ്മൾ പിടുത്തം. നെയ്യത്ത് കൊണ്ട് ഇബാദത്താവ് എന്ന് പറഞ്ഞപ്പോഴാണ് അസ്രി ഇബാദത്ത് അല്ലാതാക്കുമ്പോഴാണ്. അസ്രി ഇബാദത്ത് അല്ലാത്തിനല്ലേ നെയ്യത്ത് കൊണ്ട് ഇബാദത്ത് എന്ന് പറയാം. അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാതിരുന്നാൽ അതെങ്ങനെയാണ് പിന്നെ മുൻകർത്തായി മാറുക? അതെങ്ങനെ ശൈത്താന മാർഗമായി മാറുക? അതെങ്ങനെ പിഴച്ചവാദമായി മാറുക? അവിടെയാണ് പിടുത്തം. ഇത് നിങ്ങൾ നെയ്യത്ത് കൊണ്ട് മാത്രം ഇബാദത്താക്കുന്ന പരിപാടിയല്ല. നബിദിനാഘോഷത്തിന് നിങ്ങൾ അസ്രുണ്ടെന്നാണ് പറയുന്നത്. നബിദിനാഘോഷം അസ്രുണ്ടെന്ന് മാത്രമല്ല, നബിദിനാഘോഷത്തെ നിങ്ങൾ ഈ റബീഉൽ അവ്വൽ എന്താ 934 ഈ റബീഉൽ അവ്വൽ എന്താണ്? നബിദിനാഘോഷം മൂല്യമുള്ള ഇബാദത്ത്. സുന്നി അഫ്കാറുകൾ തന്നെയാണ്. നബിദിനാഘോഷം മൂല്യമുള്ള ഇബാദത്ത്, നെയ്യത്തോണ്ട് ഇബാദത്താവുന്നല്ല പറഞ്ഞത്. അത് വേറെ. അത് ഈ മുനാദറ, ഈ സംവാദം നെയ്യത്ത് ശരിയാണെങ്കിൽ നമ്മൾ കൂലി കിട്ടും. അതാണ് അപ്പറിന്റെ അർത്ഥം. എന്നാൽ അതുപോലെ ഒരാൾ പുതിയ നിസ്കാരം ഉണ്ടാക്കി ഈ തെളിവ് പറയാൻ പറ്റുമോ? പുതിയ നോമ്പുണ്ടാക്കി ഈ തെളിവ് പറയാൻ പറ്റുമോ? പുതിയ വല്ല ഇബാദത്തുണ്ടാക്കി ഈ തെളിവ് പറയാൻ പറ്റുമോ? മതത്തിൽ കൂട്ടിച്ചേർക്കാൻ പാടില്ല. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, വഴികേടാണ്. അതാണ് ഇവിടെ മർമ്മം. നബിദിനാഘോഷം ബിദ്അത്താണ്, അത് മുൻകർത്താണ്, വഴികേടാണ്, ളലാലത്താണ്. കാരണം മതത്തിൽ ഇല്ലാത്തത് മതത്തിലേക്ക് ചേർക്കലാണ്. നബി തങ്ങൾ റഹ്മത്തായതുകൊണ്ട് നബിദിനാഘോഷം ഉണ്ടാക്കാൻ നമുക്ക് അവകാശമുണ്ടോ? ഇല്ലല്ലോ. ഈസാ നബി റഹ്മത്തല്ലേ, നിങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ട് അത് വിഷയം വേറെയാണ്. നബിതങ്ങൾ റഹ്മത്ത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അതൊന്നും ഒരാളും തർക്കണ്ടായിട്ട് കാര്യമില്ല. അത് യാഥാർത്ഥ്യമാണ്. അതേസമയം നിങ്ങൾ മതത്തിലേക്ക് പുതിയത് നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നു. അതാണ് ഇവിടെ പ്രശ്നം.